ഇപ്പോൾ മുതിർന്ന ബി.ജെ.പി. നേതാവ് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. ഇതെല്ലാം മറച്ചു വെക്കാൻ 8-9 കോടി രൂപ ഖജനാവിൽ നിന്നെടുത്ത് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുകയായിരുന്നു. അതിനിടയിലാണ് ഇടുത്തി വന്ന് വീഴുന്നത് പോലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് വരുന്നത്. വലിയ തരത്തിൽ ഈ ഭരണസമിതി അടക്കുന്ന വായ്പ എടുക്കുന്നൊക്കെയാണ് കണ്ടത്. അതെങ്ങനെയാണ് ഇപ്പോഴല്ലോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ എന്താ അടപ്പിക്കാതിരുന്നു? അടക്കാനില്ലേ? അല്ല, എനിക്കറിയില്ല, ഞാൻ ഈ കേസേ അറിയില്ല. നിങ്ങൾ വലിയ ചോദ്യം ചോദിക്കുമ്പോ ഈ 45 ലക്ഷം എന്താ അടപ്പിക്കാതിരുന്നു? ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കും. അല്ല, അതിന് വ്യക്തമായിട്ട് മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കാരാട്ട് പൈസല് LDF സ്ഥാനാർത്ഥിയായത് നല്ല ചോദ്യം. അതായത് കാരാട്ട് പൈസല് CPM-ന് കുറച്ചെങ്കിലും ഒരു എന്താ പറയാ, കഴിഞ്ഞ തവണ കാരാട്ട് പൈസല് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ വലിയ ഇഷ്യൂ ഉണ്ട്. അപ്പൊ പാർട്ടി സ്ഥാനാർത്ഥി അടക്കം വോട്ട് ചെയ്തില്ല. 0 വോട്ടാണ് പാർട്ടി സ്ഥാനാർത്ഥി കൊടുത്തത്. അങ്ങനെ പോയ ഒരാളെ ഇപ്പോ ഒഫീഷ്യൽ സ്ഥാനാർത്ഥിയായിട്ട് LDF പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് CPM അകപ്പെട്ടിരിക്കുന്ന ഈ വൻ സാമ്പത്തിക ശക്തികളുമായി, അധോലോക സംഘങ്ങളുമായി കുറച്ചു കാലമായി CPM ഉണ്ടാക്കിയിട്ടുള്ള ബാന്ധവത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം, പ്രത്യേകിച്ച് മലബാറിൽ 2 മുന്നണികളും ഇത്തരം അധോലോക സംഘങ്ങളെയും മതതീവ്രവാദ ശക്തികളെയും കൂട്ടുപിടിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിലുമെല്ലാം വ്യാപകമായി ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് സഖ്യമാണ്. CPM ആവട്ടെ അപ്പുറത്തുള്ള ഇതുപോലുള്ള സംഘടനകളുമായിട്ട് ചേർന്ന് ഒരിക്കൽ കൈകൊള്ളിയതാണ്. പിന്നീട് അൻവറിന്റെ കാര്യത്തിൽ വീണ്ടും കൈകൊള്ളിയതാണ്. എന്നിട്ടും അതേ നിലപാട് CPM തുടരുന്നതിന്റെ തെളിവാണ് ഈ നടന്നത്. ഇന്നിപ്പോ അൻവറിന്റെ വീട്ടില് ED-യുടെ റെയ്ഡ് നടക്കുകയാണ്. അൻവറിന്റെ അനുബന്ധ സ്ഥാപനങ്ങളിലും അതുപോലെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലും. എനിക്കറിയില്ല, ചോദിക്കണം. ഈ കൊടിയത്തൂരിലെ ഒറ്റ സ്ഥാനാർത്ഥിയാണ് UDF-നും വെൽഫെയർ പാർട്ടിയും പോകുന്നത്. ഒരു പരസ്യമായി തന്നെ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. അതെ, കൊടിയത്തൂരിൽ മാത്രമല്ല, പലയിടങ്ങളിൽ ഇന്നലെ ബഹുമാനായിട്ടുള്ള ആരാധനായിട്ടുള്ള ഏറ്റവും വലിയ മതേതരവാദിയായിട്ട് നിങ്ങൾ പറയുന്ന പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിൽ ആഗോള ഇസ്ലാമിക ബോംബായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയുണ്ട്. ഞാൻ ആവർത്തിക്കുകയാണ്, ഭയങ്കര മതേതരവാദിയായിട്ടുള്ള ഏറ്റവും വലിയ മതസഹിഷ്ണുതയുടെ വക്താവായിട്ടുള്ള പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയിലും എന്തുണ്ട്? മതബോംബായിട്ടില്ല. ഇപ്പൊ അടുത്ത ദിവസം ഉണ്ടായ ബോംബ്, ചെങ്കോട്ട സ്ഫോടനം ആസൂത്രണം ചെയ്ത പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുണ്ട്. ഇതാണ് കേരളത്തിലെ മതനിരപേക്ഷത എന്ന് പറയുന്നത്. മതേതരത്വം കേരളത്തിൽ ഇങ്ങനെയാണ്. കേരളം എന്താ പറയുക, ഇതാണ് കേരളം, ഇത് കേരളം. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി മതേതര പാർട്ടിയാണ്. തങ്ങന്മാർ പ്രഖ്യാപിക്കും. ഞാനിക്കുട്ടിയാണ് പ്രഖ്യാപിച്ചതിന് കുഴപ്പമില്ല, തങ്ങൾ പ്രഖ്യാപിക്കുക. തങ്ങൾ അറിയപ്പെടുന്നത് തന്നെ ഞാൻ ഏറ്റവും വലിയ മതേതരവാദിയാണ്. മതേതരവാദിയല്ലേ? എവിടെ മതേതരവാദി എങ്ങനെ ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റും? ഈ തിരുവനന്തപുരത്ത് അമ്മ മകൻ IS റിക്രൂട്ട്മെന്റിലേക്ക് നിർബന്ധിച്ചില്ല. ഇതേറെ ആശങ്ക ഉണ്ടാക്കുന്നത്. അങ്ങനെ IS റിക്രൂട്ട്മെന്റ് ഇല്ലെന്നല്ലേ പിണറായി വിജയൻ സന്ദേശം പറയുന്നത്? IS റിക്രൂട്ട്മെന്റ് ഏറ്റവും ശക്തമായി നടക്കുന്ന സംസ്ഥാനമല്ലേ കേരളം? നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ എത്ര പേര് IS റിക്രൂട്ട്മെന്റിൽ കൊണ്ടുപോയി? അപ്പൊ തിരുവനന്തപുരത്തല്ല, കേരളം വ്യാപകമായിട്ട് IS റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ വൈറ്റ് കോളർ ടെററിസം എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോഴേക്കും ചില ആളുകൾ കൂടെ ഭയങ്കരമായിട്ടുള്ള പഠനം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ ഡോക്ടർമാരുടെയും ഉന്നത വിദ്യാഭ്യാസം നേടിയവരുടെയും ഒക്കെ ഇടയിൽ ഈ ഭീകരവാദികൾ എങ്ങനെ കടന്നു വരുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP പ്രചരണത്തിൽ ഉപയോഗിക്കുന്നത് ഈ ശബരിമല വിഷയം തന്നെയാണ്. ശബരിമല വിഷയവും അതിനോടനുബന്ധിച്ച എല്ലാ വിഷയങ്ങളും കേരളത്തിലുണ്ടോ വൈറ്റ് കോളർ ടെററിസം? പിന്നെന്താ?
കേരളത്തിലാണ് പലതും കൂടുതൽ ശക്തം. നമ്മളെ പിന്നെ അറിയാൻ വൈകുന്നേരം അവിടെയൊക്കെ പോയി അന്വേഷിച്ചാൽ ഇതിൻ്റെയൊക്കെ വേരുകൾ കേരളത്തിലാണ്. ഈ ഡൽഹിയിലെ യൂണിവേഴ്സിറ്റിയുടെ അവരുടെ ഗ്രാൻഡ് വാങ്ങിച്ച് പ്രവർത്തിക്കുന്ന ചില സംഘടനകൾ കേരളത്തിലുണ്ടെന്നുണ്ട്. നിങ്ങളെ കൂട്ടത്തിലുണ്ട്, നല്ലോണമുണ്ട് മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിൽ. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാലേ ബാക്കി നമ്മളെപ്പോലുള്ള ആൾക്കാരെ സംശയത്തിലാക്കി പണിയെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ശരി, സംശയത്തിനായാലും നമ്മൾ എല്ലാവരും നിർത്തുന്നത് ശരിയല്ല. കൂട്ടത്തിലുണ്ട്, നിങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഇത്തരത്തിലുള്ളവരെ അന്വേഷിക്കൂ. മേഘ ചോദിക്കും അടുത്തുകൂട്ടിയിട്ടൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. ചില ആളുകൾ ജനഗീതത്തിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ പോകുമ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലും വൈറ്റ് കോളർ സർവീസുകളുണ്ട്. കെ സുരേന്ദ്രൻ ശരി, നല്ലോണം ഉണ്ട്. പല മാധ്യമ സ്ഥാപനങ്ങളിലും അവർ കടന്നുകൂടിയിരിക്കും. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ CPIM-നും മുഖ്യമന്ത്രിക്കും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമെതിരെ ആരോപണങ്ങളുമായി കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി രാഷ്ട്രീയ ഇടപെടലാണ് വ്യക്തമാകുന്നത് എന്നും പിണറായി വിജയന്റെയും അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെയും വിശ്വസ്തനായ അനുയായിയാണ് പത്മകുമാർ എന്നുമാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. പിണറായിയുടെ നിർദ്ദേശപ്രകാരമാണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത്. നിലവിലെ ദേവസ്വം മന്ത്രിയായ VN വാസവന്റെയും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും പങ്കാണ് ഇനി ഇതിൽ അറിയാനുള്ളത് എന്നാണ് കെ സുരേന്ദ്രൻ ആരോപിക്കുന്നത്. കടകംപള്ളിയും ദേവസ്വം ബോർഡും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്ന് ആസൂത്രണം ചെയ്ത കൊള്ളയാണ് ഇത് എന്നും അദ്ദേഹം ആരോപിക്കുന്നു.